ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സിയോൻ സഹോദരങ്ങളെ, ഇന്ന് ചിന്തയ്ക്കും വിചിന്തനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമായും 2 തിരുവചനഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നോട് കൂടിയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഈശോ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെന്ന്. പണ്ഡിതരും നിയമജ്ഞരുമായ ഫരിസേയർ മനഃപൂർവ്വം അസൂയ മൂലം ഈശോയെ ജനങ്ങളുടെ മുൻപിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ പറയുകയും ഈശോയെ പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ തിരുവചന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. യേശുവിനോടുള്ള ശത്രുത നിമിത്തവും ബോധപൂർവം യേശു ചെയ്യുന്ന സൽകൃത്യങ്ങൾ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയും ഫരിസേയരും നിയമജ്ഞരും അങ്ങനെ അവരുടെ വലയിൽ അകപ്പെട്ടുപോയ ജനങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈശോ അവരോട് ഒരു ഉപമ വഴി ശാസനാരൂപത്തിൽ ഈ വചനഭാഗം പറയുന്നത്. ബുദ്ധിജീവികളും നിയമജ്ഞരും ഫരിസേയരും അതിനോടൊപ്പം സ്വന്തം നാട്ടുകാരും സ്വന്തം കൂടപ്പിറപ്പുകളുമായ ഈശോയുടെ സ്വന്തം കുടുംബാംഗങ്ങൾ വഴി ഈശോയ്ക്ക് എതിരായി ചിന്തിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു. യേശു അവരോട് ചോദിച്ചു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ സാധിക്കുക? അന്തചിത്രമുള്ള രാജ്യമോ ഭവനമോ സാത്താൻ്റെ കൂട്ടമോ നിലനിൽക്കുകയില്ല. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യുവാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം. ബന്ധിച്ചാൽ മാത്രമേ അവനെ കവർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യേശു തുടർന്നു അവരെ ശാസിച്ചു, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഈശോ വളരെ ശക്തമായ ഭാഷയിൽ അവരെ ശാസിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായുള്ള ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. പലപ്പോഴും നമ്മൾ ഇതുപോലെ സഭയുടെ പഠനങ്ങളെയും സഭശ്രേഷ്ഠന്മാർക്കെതിരായും ഒരുപക്ഷെ യഥാർത്ഥ സഭാ മൂല്യങ്ങളെയും അവഗണിക്കുകയും പരിഹസിക്കുകയും അവജ്ഞയോടുകൂടി എതിർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥ പരിശുദ്ധാത്മാവായ ദൈവത്തിനെ അല്ലേ എതിർക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ത്രികേക ദൈവത്തിൽ രണ്ടാമനായ ഈശോ പരിശുദ്ധാത്മാവിനാൽ എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിച്ചെന്നു മാത്രമല്ല, ആ അതേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധിയില്ലാതെ ദൈവത്തെ ദർശിക്കുവാൻ പ്രയാസമാണ്. നമ്മൾ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കർത്തസന്നിധിയിലെത്തും. ഹൃദയശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനാവൂ. എല്ലാ പാപ സാഹചര്യങ്ങളോടും പാപ അവസ്ഥകളോടും പൂർണ്ണമായി വിട പറഞ്ഞ് സ്വയം വിശുദ്ധീകരിച്ച് ഒരുങ്ങിയാൽ മാത്രമേ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബോധപൂർവം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ദൗത്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരിച്ചറിയാതെ പരിശുദ്ധാത്മാവായ ദൈവത്തെ തന്നെ തിരസ്കരിക്കുമ്പോഴാണ് ഒരുവൻ നിത്യപാപത്തിലേക്കോ മാരക പാപത്തിലേക്കോ പ്രവേശിക്കുന്നത്. ദൈവനിന്ദയും ദൈവനിഷേധവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഭാശ്രേഷ്ഠന്മാരെയും സഭയുടെ പഠനങ്ങളെയും അതിലുപരി ദൈവീകമായ പ്രബോധനങ്ങളെയും അറിഞ്ഞും അറിയാതെയും നിന്ദിക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. സുഭാഷിതങ്ങൾ 3:11-12 തിരുവചന ഭാഗം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രൻ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ശാസന ഒരിക്കലും ഒരു ശിക്ഷയല്ല, പ്രത്യുത ഒരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമാണ്.
കർത്താവിൻ്റെ ശിക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കരുത്, അവഗണിക്കുകയും അരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രൻ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെയാണ് ശാസിക്കുന്നത്. അലസതയോടും അഹന്തയോടും അജ്ഞത മൂലവും നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ലോക സുഖങ്ങളുടെയും പാപക്കെണികളിൽ പെടുമ്പോഴും നമ്മൾ ദൈവത്തിന് എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകം 15:15 ഇങ്ങനെ പറയുന്നു: മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വാസപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതേ പ്രിയപ്പെട്ടവരെ, മനസ്സ് വച്ചാൽ എനിക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും. വിശ്വാസപൂർവ്വം ജീവിക്കണമോ പ്രവർത്തിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 തൊട്ട് 40 വരെയുള്ള തിരുവചന ഭാഗം ഇങ്ങനെ പറയുന്നു: യോഹന്നാൻ ഈശോയോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു. ഈശോ പറഞ്ഞു, അവനെ തടയണ്ട. ഒരുവൻ അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ഒരുവൻ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമ്മുടെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ചിന്തിക്കുന്ന വചനഭാഗം, എന്നോടുകൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതിനോട് ചേർത്ത് വായിക്കുവാൻ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 40-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ദൈവം നമ്മുടെ ഉള്ളിടം കാണുന്നു, ഹൃദയശുദ്ധി അനുസരിച്ച് നമ്മളെ വിധിക്കുന്നു. 1 ശമൂവേൽ 16:7. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ദൈവം നമ്മുടെ ഉള്ളിടം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയശുദ്ധി അനുസരിച്ച് നമ്മളെ കരുതുന്നു. ദൈവത്തെ കൂടുതലായി അറിയുന്നതിന് ഒരു പൂർണ്ണമായ കീഴ്പ്പെടൽ ആവശ്യമാണ്. ദൈവവുമായി ഒരു സൗഹൃദ ബന്ധം, ദൈവത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം, അതാണ് യഥാർത്ഥ ദൈവാനുഭവം. പൂർണ്ണ ഹൃദയത്തോടുകൂടി അവിടുത്തെ അറിയുന്നതിന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഇത് ഒരു മഹനീയ അനുഭവമാണ്. ഒരു വ്യക്തി തൻ്റെ സ്വന്തം വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കാൻ ഇടയായിത്തീരുന്നു. എന്ന് മാത്രമല്ല, അവൻ ആ ആത്മാവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ യാതൊന്നിനും ആ സ്നേഹത്തിൽ നിന്ന് ആ ആളെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല. ധ്യാനിച്ച വചനഭാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വചനഭാഗം വിചിന്തനം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 5-6 തിരുവചന ഭാഗങ്ങൾ. ഉത്തിതനായ ഈശോ മഗ്ദലന മറിയത്തിനും ശിഷ്യർക്കും തോമാസ് ലിയായ്ക്കും പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലിയ അവിടെ ഇല്ലാതിരുന്നുകൊണ്ട് തോമാസ് ലിയയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ വചനഭാഗം. ഈ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. ഒരുപക്ഷെ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ നിർബന്ധിതനായി എന്ന് വേണം നമ്മൾ കരുതുവാൻ. ഈശോ മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഉത്തിതനായ ഈശോയെ കാണുകയും ചെയ്തതിന് ശേഷം മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ അടുക്കിലേക്കാണ് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. 3 വർഷക്കാലം ഗുരുവിൻ്റെ കൂടെ നടന്ന് നേടിയ എല്ലാ ജീവിത അനുഭവങ്ങളും മൂല്യങ്ങളും ഗുരു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മറന്ന് മരിച്ച് ഉത്ഥാനം ചെയ്ത തങ്ങളുടെ ഗുരുവിനെ അപ്പാടെ മറന്ന് ലക്ഷ്യബോധമില്ലാതെ നിരാശയിലും അലസതയിലും ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് പഴയ മുക്കുവ പണിക്ക് പോയ ശിഷ്യന്മാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 21-3 ഇങ്ങനെ പറയുന്നു: ശിമയോൻ പത്രോസും മറ്റു ശിഷ്യന്മാരും ചേർന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ശിഷ്യന്മാരും അവൻ്റെ കൂടെ കൂടി. ഒരു കുരങ്ങൻ്റെ പുറകെ മറ്റ് എല്ലാ കുരങ്ങന്മാരും ചേർന്നു. ചിന്തയില്ലാതെ, വീണ്ടും വിചാരമില്ലാതെ, ദൈവവിചാരമില്ലാതെ, വെറും മാനസിക ചിന്തയാലും മാനുഷിക ബുദ്ധിയും സാമർഥ്യവും കാണിച്ചു പോയ ശിഷ്യന്മാരെ അവരുടെ ഇല്ലായ്മയിലേക്കും പോരായ്മയും മനസ്സിലാക്കി ക്ഷീണിതരായി വരുന്ന അവർക്ക് വല നിറയെ മത്സ്യം നൽകി കഴിക്കാൻ ഭക്ഷണവും നൽകുന്ന നമ്മുടെ പൊന്നീശു. യേശു അവരോട് ചോദിച്ചു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു: ഇല്ല. അവൻ പറഞ്ഞു: വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അവർക്ക് വല നിറയെ മത്സ്യം കിട്ടി. നീ മറന്നാലും നിന്റെ ദൈവത്തിന് നിന്നെ മറക്കാനാവില്ല. നീ ഉപേക്ഷിച്ചാലും നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. നമ്മളും പലപ്പോഴും ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും എല്ലാത്തിലുപരി ദൈവത്തെ അപ്പാടെ മറന്ന് സ്വന്തമായ കഴിവിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ പോയ നമ്മളെ തേടി ഈശോയിൽ നിന്ന് അകന്നു പോയ നമ്മളെ തേടി ഉത്ഥിതനായ ഈശോ വീണ്ടും വരികയാണ്. തിബേരിയസ് കടത്തീരത്ത് പ്രാതലൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പൊന്നീശോ. ഞാൻ വിശുദ്ധി കൂടാതെ എൻ്റെ ദൈവത്തെ എതിർത്തും വേദനിപ്പിച്ചും ജീവിച്ച അനേകം സന്ദർഭങ്ങൾ. ഞാൻ ദൈവത്തെ മറന്ന് സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് സ്വന്തം ബുദ്ധിയിലും കഴിവിലും മാത്രം ആശ്രയിച്ച അവസ്ഥകൾ. ഞാൻ പാപാവസ്ഥയിലും ഉപേക്ഷയാലും അഹങ്കാരത്തോടും അഹന്തയോടും കൂടി സ്വയം ന്യായീകരിക്കുകയും തമ്പുരാനെതിരെ മറുതലിക്കുകയും ചെയ്ത അനേകം സന്ദർഭങ്ങൾ. അവനോടുകൂടി ശേഖരിക്കാത്തവ ചിതറിച്ചു കളയുമെന്ന് പറഞ്ഞ ആ തമ്പുരാൻ എന്നിട്ടും എന്നെ തേടി വന്നിരിക്കുന്നു. തിരുവചനം പറയുന്നു, ആ രാത്രി അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന്. വിശ്രമത്തിൻ്റെ വേള അധ്വാനത്തിൻ്റെ വേളയാക്കി മാറ്റിക്കൊണ്ട് പരിചിതരായ മുക്കുവന്മാർ, തിബേരിയസ് കടൽ തീരത്തിൻ്റെ തെക്കും വടക്കും അറിയുന്ന മുക്കുവന്മാർ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്നുള്ള ഒരധ്വാനവും ഫലം കാണില്ല. ആദ്യമായി ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവസഹായം അഭ്യർത്ഥിക്കുകയും ദൈവത്തെ ഓർക്കുകയും ചെയ്തേക്കാം. എന്നാൽ സ്ഥിരമായിട്ടുള്ള ദൈനംദിന കർമ്മങ്ങളിൽ നാം വ്യാപൃതരാകുമ്പോൾ ഇതിന് എൻ്റെ കഴിവ് മതി എന്ന മിഥ്യാബോധം നമ്മളെ പിടികൂടുന്നു. തുടർന്ന് ദൈവത്തെ വിളിക്കുവാൻ മറന്നുപോകുന്നു, ദൈവത്തെക്കുറിച്ച് ഓർക്കുവാൻ മറന്നുപോകുന്നു. എത്രയോ വട്ടം ചെയ്തു പരിചയമുള്ള കാര്യമാണെങ്കിലും എത്ര ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയായാലും വീണ്ടും ചെയ്യുവാൻ ദൈവസഹായം ഇല്ലാതെ സാധ്യമല്ല. നിരന്തരമായി ആവർത്തിക്കുന്ന നിന്റെ ഹൃദയയിടിപ്പും നിന്റെ ശ്വാസവും നിന്നിലൂടെ പ്രവഹിക്കുന്ന രക്തോട്ടവും ദൈവ തുണയാൽ മാത്രമാണ് സാധ്യമാകുന്നതെന്ന് നീ തിരിച്ചറിയുക. അകന്നു പോകുമ്പോഴും അന്വേഷിച്ചു വരുന്ന എൻ്റെ ദൈവം, ആ ദൈവസ്നേഹമാണ് ഈ തിരുവചന ഭാഗം നമ്മുടെ മുൻപിൽ കാട്ടിത്തരുന്നത്. ഇവിടെ മീനും അപ്പവും ഒരുക്കി തീ കൂട്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഈശോയെ നമ്മളോട് ചോദിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വൈകിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവൻ പറയുന്ന പോലെ വലതുവശത്തേക്ക് വലയിടാം. തുടർന്ന് ശിക്ഷയെ പിടിച്ച കുറേ മത്സ്യങ്ങൾ കൂടി കൊണ്ടുവരുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. എന്തെന്നാൽ മനുഷ്യൻ്റെ അധ്വാനത്തെ കർത്താവ് പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തന്നാൽ കഴിയും വിധം വിജയിപ്പിക്കുവാൻ പരിശ്രമിച്ചാൽ ബാക്കി ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ പറ്റില്ല. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വചനഭാഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം: ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ലേ?
തൻ്റെ സ്വന്തം സഹോദരനോട് കോപിച്ച് അവനെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന കായലിനോട് അരുളി ചെയ്യുന്ന വചനഭാഗമാണിത്. കർത്താവ് അവനെ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അവനെ സാന്ത്വനപ്പെടുത്തുവാനും പരിശ്രമിക്കുമ്പോൾ അവൻ കോപാഷ്നായി കൂടുതൽ വിരോധത്തോടുകൂടി തൻ്റെ അനുജനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതികൾ ഇട്ടിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞ വാക്യമാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ലേ. ഇന്ന് നമ്മളോട് പലവട്ടം പല ദിക്കിലും പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ ഈശോ ദൈവം നമ്മളോട് പറയുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ലേ. തുടർന്ന് തൻ്റെ സ്വന്തം സഹോദരനെ കൊല്ലുന്ന കായേനെ ദൈവം കഠിനമായി ശിക്ഷിക്കുകയാണ്. കായേൻ തൻ്റെ സ്വന്തം അനുജൻ ആബേലിനെ കൊല്ലുകയും അതിനാൽ ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് ഇരയാകുകയുമാകുന്നു. ഉൽപ്പത്തി 4:12 ഇങ്ങനെ പറയുന്നു, കൃഷിക്കാരനായ കായേൻ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് അവന് ഒരു ഫലവും നൽകില്ല, അവൻ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. കൃഷിക്കാരനായ കായേനെ ദൈവം അതികഠിനമായിട്ടാണ് ശിക്ഷിക്കുന്നത്. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലിയ ശിക്ഷയാണിത്. അവൻ വാവിട്ട് കരഞ്ഞു. അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അലറി കരഞ്ഞു. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ പരിശ്രമിക്കും, ആരും ഒരു മനുഷ്യൻ പോലും എന്നെ കരുതില്ല. വാവിട്ട് കരയുന്ന കായനോട് ദൈവം ക്ഷമിക്കുകയാണ്. ഇതാണ് ക്ഷമിക്കുന്ന ദൈവസ്നേഹം. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുത്ത് ദൈവം കായനോട് എന്നാൽ ക്ഷമിക്കുക മാത്രമല്ല, ആരും കായനെ കൊല്ലാതിരിക്കുവാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു മുദ്ര പതിപ്പിച്ചു, ഒരു അടയാളം പതിച്ച് സംരക്ഷിക്കുകയും ചെയ്തു. അതിനാൽ കായേനെ തൻ്റെ സ്വന്തമാക്കി മാറ്റി. എത്രമാത്രം കരുതലോടെയാണ് ദൈവം നമ്മോട് നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മെ തിരികെ വിളിച്ച് നമ്മളെ സംരക്ഷിക്കുന്നത് നോക്കുക. അഹന്ത വെടിഞ്ഞ് തലക്കനം കളഞ്ഞ് എളിമയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ ദൈവം എല്ലാ പോരായ്മകളും മറന്ന് സമർത്ഥമായി അനുഗ്രഹിക്കുകയും തൻ്റെ സ്വന്തമായി സംരക്ഷിക്കുകയും ചെയ്യും. ഏതൊരു അവസ്ഥയിലും ദൈവത്തിലേക്ക് തിരിച്ചു പോകാനും മനസ്തപിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വയം വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും നമ്മൾ തയ്യാറാകണം. സങ്കീർത്തനം 127:1 ഇങ്ങനെ പറയുന്നു, നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതേ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യവും കർത്താവിനോട് ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, കർത്താവിനോട് ചേർന്ന് തീരുമാനിച്ചില്ലെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നടത്തിയില്ലെങ്കിൽ, അവിടെ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വ്യർത്ഥമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നമ്മുടെ അധ്വാനം ദൈവാനുഗ്രഹവും ഒരുമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും എല്ലാ പ്രവൃത്തികളും ഫലമണിയും. തീർച്ച നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് ഫലവത്തായ വഴി പറഞ്ഞു തരുന്ന നമ്മുടെ ഈശോ, നിരാശയിൽ കഴിയാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വല നിറച്ച് സമൃദ്ധിയായി മീൻ നൽകുന്ന ഈശോ, പ്രത്യാശയുടെ തിബേരിയസ് കടൽ തീരത്ത് നിൽക്കുന്ന ഉദ്ധിതനായ നമ്മുടെ ഈശോ, തകർച്ചയിൽ കരുതലിൻ്റെ അപ്പവും കാരുണ്യത്തിൻ്റെ ചുട്ട മീനുമായി കാത്തു നിൽക്കുന്ന നമ്മുടെ പൊന്നീശോ, ഉദ്ധിതനായ ഈശോ ദിവ്യ കാരുണ്യമായി ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. എന്നാൽ നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ സമൃദ്ധിയേറിയ അനുഗ്രഹത്താലാണ്. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.